സാഫല്യം ഭാഗം 4. മുറിയിലേക്ക് കയറിയ എബി കുഞ്ഞിനെ കട്ടിലിൽ കിടത്തി ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിലൂടെ പഴയ കാര്യങ്ങളെല്ലാം ഓരോന്നായി മിന്നിമറയാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് പറയാനുള്ളത് തനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു പ്രണയം ഉണ്ടെന്നായിരുന്നു. പതിയെ എല്ലാം ശരിയാവും എന്ന് കരുതി കാത്തിരുന്നു. അവനെപ്പറ്റി അതിനുശേഷം അറിവൊന്നും ഇല്ലാത്തതുകൊണ്ടാവണം അവളും തന്നോടൊപ്പം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. സന്തോഷകരമായ ജീവിതത്തിൽ ഒരു കുഞ്ഞുകൂടി വരുന്നെന്ന വാർത്ത കേട്ടപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ഒരു മോളായപ്പോഴാണ് അവൾ വീണ്ടും മാറി തുടങ്ങിയത്. അവനുമായി വീണ്ടും അടുത്തു. മോൾക്ക് വേണ്ടിയെങ്കിലും പഴയതെല്ലാം മറക്കാൻ ഉപദേശിച്ചു. വെറും മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെപ്പോലും ഉപേക്ഷിച്ച് ഒരു ദിവസം അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതാണ് താനും മോളും. കള്ളൻ എത്ര പെട്ടെന്നാണ് പണിയൊപ്പിച്ചത് അല്ലേ? ഡൗട്ട് ശരിയാ, ഈ ദേവൻ ഒരച്ഛനാകാൻ പോകുന്നു. കല്യാണിയിൽ നിന്ന് കേട്ട വാക്കുകൾ ദേവനെ ഏറെ സന്തോഷിപ്പിച്ചു. അവൻ അവളുടെ കയ്യിലിരുന്ന പ്രഗ്നൻസി കിറ്റ് വാങ്ങി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. നമുക്കൊരു ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തണം. കാരണം മീനുവും ഡേറ്റ് തെറ്റുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് കരുതാറുണ്ടായിരുന്നു. ഇതങ്ങനെയൊന്നുമല്ല ദേവൻ, എനിക്കങ്ങനെ ഡേറ്റൊന്നും തെറ്റാറില്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിനുള്ള ടൈം പോലും ആയില്ലല്ലോ. ദേവന് നിർബന്ധമാണെങ്കിൽ നമുക്ക് നാളെ ചെക്കപ്പിന് പോകാം. അപ്പോൾ നമുക്ക് ഈ സന്തോഷമൊന്ന് പങ്കുവെക്കേണ്ടേ അമ്മയുമായി? പിന്നെ വേണ്ടാതെ. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഇനി ദേവൻ്റെ ആദ്യ ഭാര്യ മീനു എന്നൊന്നും വിളിക്കണ്ട, മീനാക്ഷി എന്ന് പറഞ്ഞാൽ മതി. കാരണം ഈ ദേവൻ ഇപ്പോൾ എൻ്റേത് മാത്രമാണ്. ദേവൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. തീർത്തും അവളെന്ന അധ്യായം അവൻ്റെ മുന്നിൽ എന്നേക്കുമായി അവസാനിച്ചു. ഇതാണ് പെണ്ണ്. ഇനി 4 ആളെ മുന്നിൽ അന്തസ്സായിട്ട് പറയാം, ഞാനൊരു അമ്മൂമ്മയാകാൻ പോകുന്നെന്ന്. ആ മച്ചി ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിൽ ആ നാശത്തിനെപ്പറ്റി ചോദിക്കാനേ എല്ലാവർക്കും നേരം കാണും. അമ്മ പുറപുറത്തു. ദേവനും കല്യാണിയും പരസ്പരം ഒന്നു ചിരിച്ചു. മോൾ ചെന്ന് റെസ്റ്റ് എടുത്തോ? അത് കേൾക്കേണ്ട താമസം കല്യാണി മുറിയിലേക്ക് നടന്നു. പിന്നാലെ ദേവനും. മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. മോൾക്ക് ദോഷം വരുത്തുന്ന ഒന്നും ഈ അമ്മാവൻ ചെയ്യില്ല. മീനു ഒന്നും മിണ്ടാതെ അമ്മാവനെ തന്നെ നോക്കി പുഞ്ചിരിച്ചു നിന്നു. പേടിയാണോ വേദനയാണോ ദേഷ്യമാണോ എന്നൊന്നും അറിയില്ല. എബിക്ക് തൊട്ടരികിലായി അവളെ നിർത്തിയതും അവൾക്ക് ആ മുഖത്തൊന്ന് നോക്കാൻ പോലും ആകാതെ തല കുനിച്ചു നിന്നു. എബി അവളുടെ കഴുത്തിൽ മിന്നുകെട്ടുമ്പോഴും അവളുടെ തല താണു തന്നെ നിന്നു. ചിരിയോടെ അമ്മയുടെ കയ്യിൽ നിന്ന് അവളുടെ തലയിലുള്ള മുല്ലപ്പൂ പിടിച്ചിരിക്കുന്ന മോളെ മീനു പുഞ്ചിരിയോടെ നോക്കി. അന്ന് കണ്ട പരിചയമാവും. അവളെ കയ്യിലേക്ക് ചാടാൻ മോൾ റെഡിയായതും മീനു അവളെ കയ്യിൽ വാങ്ങി. തലയിൽ നിന്നും മുല്ലപ്പൂ അടർത്തി മാറ്റി മോളെ കയ്യിൽ കൊടുത്തതും അവൾ കുടുകുടെ ചിരിച്ചു. എബി മോളുടെ ചിരി കണ്ട് പുഞ്ചിരിയോടെ മോളെ നോക്കി. അവൾ ഹാപ്പിയാണ്, അതാണ് തൻ്റെ സ്വപ്നവും. അവൻ മനസ്സിൽ പിറുപിറുത്തു. ഒന്നും വേണ്ട എനിക്ക്. ഈ മോളെ അമ്മയായി കഴിഞ്ഞാൽ മാത്രം മതി. അവളിലും അതേ ആഗ്രഹം തന്നെയായിരുന്നു. പോട്ടെ അമ്മാവാ. ഈ ജീവിതത്തിലെങ്കിലും എൻ്റെ മോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രം മതി ഈ അമ്മാവന്. അവൾ വേദനയോടെ അമ്മാവനോട് യാത്ര പറഞ്ഞു. കാറിൽ എബിയുടെ വീട്ടിലേക്ക് തിരിക്കുമ്പോഴും മോൾ മീനുവിൻ്റെ മടിയിൽ തന്നെയായിരുന്നു. അത് വായിലിടല്ലേ മോളെ. അവൾ മുല്ലപ്പൂ വായിലിടുന്നത് കണ്ട് മീനു അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞതും എബി മീനുവിനെ ശ്രദ്ധിച്ചു. ഒരമ്മയുടെ സ്നേഹം ആ കണ്ണുകളിൽ കാണാം. അമ്മേ, ഞാൻ ഇറങ്ങി. വീട്ടിലെത്തിയ പാടെ എബി ഇറങ്ങുന്നത് കണ്ട് അമ്മ അടുത്തേക്ക് ചെന്നു. ഇന്നിനി പോണോ മോനെ? ഇന്നൊരു ഓപ്പറേഷൻ കൂടി ഉണ്ടമ്മേ, പോയേ പറ്റൂ. ഇല്ലെങ്കിലും ഞാൻ ഇവിടെ നിന്നിട്ട് എന്തിനാ? മോൾക്ക് വേണ്ടത് ഒരമ്മയെയല്ലേ, അതവൾക്ക് കിട്ടുകയും ചെയ്തു. എബി കൂട്ടിച്ചേർത്തു. മോളെ ചോറൂട്ടുന്ന മീനുവിനെ നോക്കി അവൻ അത്രയും പറഞ്ഞുകൊണ്ട് ഇറങ്ങി. അമ്മ ഒന്ന് സൂക്ഷിക്കണം. പെട്ടെന്ന് ഒരാളെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മീനു കേൾക്കാതെ അവൻ അമ്മയോടായി പറഞ്ഞു. അവളെയും നിനക്ക് വിശ്വാസമില്ലേ മോനെ? സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ അമ്മേ. എബി ഇറങ്ങിയതും അമ്മ മീനുവിനെ തന്നെ ഒന്ന് നോക്കി. അവൾ മോളോട് ഓരോന്ന് പറഞ്ഞ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്നും ചെയ്യണ്ട. ചിന്നുമോളെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ ജോലിക്കാരികളുണ്ട്. മീനു കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴാണ് അമ്മ ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞതാ, ഈ കൊച്ചത് കേൾക്കേണ്ടേ? ഇത്രയും കാലം ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികളാണമ്മേ. ഇപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ മടുത്തു, മീനു പറഞ്ഞു. മോൾ ഉറക്കമുണർന്നാൽ ആരെങ്കിലും അടുത്ത് കണ്ടില്ലെങ്കിൽ അവൾ കരച്ചിലാണ്. നീ മോളുടെ അടുത്ത് ചെന്നിരുന്നോളൂ. മീനു മോളുടെ അടുത്തായി വന്നിരുന്നു. ഉറങ്ങുന്ന മോളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു.
നിന്നെപ്പോലെ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? പക്ഷേ ദൈവം എനിക്ക് ആ ഭാഗ്യം തന്നില്ല. ഇപ്പോൾ എനിക്കതിൽ സങ്കടവുമില്ല. നിന്നെ എനിക്ക് മോളായി തന്നില്ലേ, മീനു ആരോടെന്നില്ലാതെ പറഞ്ഞു. എബി പറഞ്ഞതുപോലെ അമ്മ മീനുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞിനോടെന്ന പോലെ പറയുന്നതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ അവർ താഴേക്കിറങ്ങി. മോളെയും കെട്ടിപ്പിടിച്ചു കിടന്ന് മീനുവും എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു. കണ്ണുകൾ തുറന്ന പാടെ മീനുവിനെ കൂടെ കണ്ടപ്പോൾ മോൾ അവളെ ഉണർത്താൻ വേണ്ടി എന്ന പോലെ അവളുടെ മുഖത്ത് തൊട്ടും തലോടിയും ഉമ്മ വയ്ക്കലുമൊക്കെയായി നിന്നപ്പോഴാണ് മീനു കണ്ണു തുറന്നത്. പതിവില്ലാതെ എന്തോ ക്ഷീണം അവളെ അലട്ടിയിരുന്നു. അവൾ ക്ഷീണത്തോടെ കണ്ണു തുറന്ന് മോളെ കയ്യിലെടുത്തു. മോളുടെ കൂടെ കൂട്ടിന് കിടന്നതാ, അമ്മ ഉറങ്ങിപ്പോയി, അവൾ സ്വയം പറഞ്ഞു മോളെയും കൊണ്ട് താഴേക്ക് വന്നു. എബി രാത്രി കയറി വരുമ്പോൾ തന്നെ കേട്ടത് മോളുടെ ചിരിയാണ്. അവൻ്റെ ചുണ്ടിലും അത് കേട്ടൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ മോളെ ചിരി കേട്ടിടത്തേക്ക് നടന്നതും മീനു മോളെ കൂട്ടി കളിക്കുന്നതാണ് കണ്ടത്. എബിയെ കണ്ടതും മീനു എഴുന്നേറ്റ് നിന്നു. മോൾ, പപ്പാ എന്ന് വിളിച്ചുകൊണ്ട് എബിയുടെ അടുത്തേക്ക് ഓടിയതും എബി മോളെയും എടുത്ത് മുറിയിലേക്ക് നടന്നു. അമ്മേ, അദ്ദേഹത്തിന് കുടിക്കാൻ, മീനു അമ്മയോടായി പറഞ്ഞു. അവന് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം മതി മോളെ. മീനു അവർക്കൊപ്പം ചേർന്ന് ഫുഡുണ്ടാക്കാൻ തുടങ്ങി. വെറുതെ ഇരിക്കാൻ അവളെ കൊണ്ട് പറ്റാത്ത പോലെ. ഫുഡ് സെർവ് ചെയ്തതും അവൾ തന്നെയായിരുന്നു. മോൾ വാ, ഫുഡ് അമ്മ തരാം. മീനു മോളെ എബിയുടെ കയ്യിൽ നിന്നും വാങ്ങാനായി കൈ നീട്ടി. ഞാനുള്ളപ്പോൾ മോളെ കാര്യം ഞാൻ നോക്കിക്കോളാം, എബി പറഞ്ഞു. അത് മീനുവിനെ വിഷമിപ്പിച്ചെങ്കിലും അവൾ പുഞ്ചിരിയോടെ പിന്മാറി. ജന്മം നൽകിയ അമ്മയ്ക്ക് മാത്രമേ എല്ലാത്തിനുമുള്ള അവകാശമുള്ളൂ, അവൾ ഓർത്തു. മോനെ. കിച്ചണിൽ നിന്നും എന്തോ സൗണ്ട് കേട്ടതും ഒപ്പം ആ വിളിയും കൂടി കേട്ടതും എബിയും അമ്മയും കിച്ചണിലേക്ക് ഓടി. എന്താ ചേച്ചി? എബി ചോദിച്ചു. താഴെ വീണ് കിടക്കുന്ന മീനുവിനെ കണ്ടതും എബി മോളെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് മീനുവിൻ്റെ അടുത്തായി ഇരുന്നു. മീനാക്ഷി, എബി വിളിച്ചു. എങ്കിലും അവൾ കണ്ണു തുറന്നില്ല. ചേച്ചി, കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. അവളുടെ മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ പതിച്ചതും മീനു പതിയെ കണ്ണുകൾ തുറന്നു. എബി അവളുടെ കയ്യിൽ പിടിച്ച് പൾസ് ഒന്ന് നോക്കി. കൺപീലികൾ താഴ്ത്തി കണ്ണുകളിലേക്ക് നോക്കിയതും മീനു എബിയെ തന്നെ നോക്കുകയായിരുന്നു. ഷീസ് പ്രഗ്നന്റ്, എബി പറഞ്ഞു. എന്താ മോനെ? അതെ അമ്മേ, ഇവൾ ഗർഭിണിയാണ്. മീനു ഒരു നടുക്കത്തോടെ ആ സത്യം തിരിച്ചറിഞ്ഞു. ഡോക്ടർ, എന്നോട് ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു ഒന്നും മുഴുവിക്കാനാകാതെ മീനു പറഞ്ഞു. ഒരമ്മയാകാൻ പോകുന്ന സന്തോഷം ഒന്നും അവളിൽ ആ നിമിഷം തോന്നിയില്ല. ഒരു കുറ്റവാളിയെപ്പോലെ അവളിരുന്നു കരയുകയായിരുന്നു. എബി ഒന്നും പറയാനാവാതെ അമ്മയെ നോക്കി. കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചു എന്ന് കേട്ടപ്പോൾ കൂടുതലൊന്നും അന്വേഷിച്ചില്ല. ഇതെങ്ങനെയാ മോളെ സംഭവിച്ചത്? അമ്മ ചോദിച്ചു. ദേവേട്ടൻ എന്നെ ഉപേക്ഷിച്ചിട്ട് 1.5 മാസമേ ആയുള്ള അമ്മേ. അതിനു മുൻപും എനിക്ക് ഡേറ്റ് മാറിയപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, പക്ഷേ നിരാശയായിരുന്നു. ഇതും അതുപോലെ ആകുമെന്ന് കരുതി, അല്ലാതെ നിങ്ങളെ ചതിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരമ്മയാവാൻ നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, സന്തോഷിക്കേണ്ട നേരത്ത് ഇനി കരയണ്ട, അമ്മ പറഞ്ഞു. മോൾ വാ. എബി മോളെയും കൊണ്ട് മുറിയിലേക്ക് പോയി. മീനു കുറ്റബോധത്തോടെ അമ്മയെ നോക്കി. നീയും ചെന്ന് കിടന്നോ, രാവിലെ എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം, അമ്മ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ദേവേട്ടൻ ഒരുപാട് സന്തോഷിക്കും, എന്നെ സ്വീകരിക്കും. അവൾ വീണ്ടും സ്വപ്നങ്ങളുമായി കിടന്നു. ദേവനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം, അതല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല. എബി പറഞ്ഞതും മീനു ചിന്നുമോളെ ഒന്ന് നോക്കി. മോളുടെ കാര്യമോർത്ത എനിക്കിപ്പോൾ സങ്കടം, മീനു പറഞ്ഞു. അവൾ ഇതുവരെ എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ കഴിയും, നീ വാ. മീനു മോളെ കവിളിൽ ഉമ്മ വെച്ച് അമ്മയെ ഒന്ന് നോക്കി തലയാട്ടി എബിക്ക് പിന്നാലെ നടന്നു. ദേവേട്ടൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാം, എന്നാലേ ഈ സമയത്ത് ദേവേട്ടനെ കാണാൻ പറ്റൂ, മീനാക്ഷി എബിയോടായി പറഞ്ഞു. എബി ഒന്നും മിണ്ടാതെ അവൾ പറഞ്ഞു കൊടുത്ത റൂട്ടിലൂടെ വണ്ടി ഓടിച്ചു. അവർ ദേവനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതും മീനുവിൻ്റെ മുഖത്ത് സന്തോഷം നിഴലിക്കുകയായിരുന്നു. ദേവേട്ടൻ ഇതറിയുമ്പോൾ എങ്ങനെയാവോ പ്രതികരിക്കുക? ദേവേട്ടാ, അവനെ കണ്ടപാടെ അവൾ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ദേവേട്ടാ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ഞാൻ ഗർഭിണിയാണ് ദേവേട്ടാ. ഇത് കേട്ടതും ദേവൻ ഞെട്ടിത്തരിച്ചു നിന്നു. അതേ ദേവേട്ടാ, സത്യമാണ്, ഡോക്ടർ പറഞ്ഞതല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു കുഞ്ഞ് എന്നെ അമ്മ എന്ന് വിളിക്കാനുണ്ടാകുമെന്ന്. അതിപ്പോൾ സംഭവിച്ചു ദേവേട്ടാ. എബി മാറി നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നീ ഗർഭിണിയാണെങ്കിൽ അത് നീ എന്നോടെന്തിനാ വന്ന് പറയുന്നത്? ആ ചോദ്യം കേട്ട് മീനു ഞെട്ടിത്തരിച്ചു. ദേവേട്ടാ, ഇത് ദേവേട്ടനോടല്ലാതെ പിന്നെ ഞാൻ ആരോടാണ് പറയേണ്ടത്? ദേവേട്ടൻ ഇതിനു വേണ്ടിയായിരുന്നില്ലേ എന്നെ ഉപേക്ഷിച്ചത്? എന്നിട്ടിപ്പോൾ മീനുവിന് മുഴുപ്പിക്കാനായില്ല. നോക്കു മീനാക്ഷി, നിന്നെ ഞാൻ ഉപേക്ഷിച്ചപ്പോൾ തന്നെ നീയുമായുള്ള എൻ്റെ എല്ലാ ബന്ധവും അവസാനിച്ചു. ഞാൻ വിവാഹം ചെയ്ത് എൻ്റെ ഭാര്യയും ഇപ്പോൾ ഗർഭിണിയാണ്.
മീനുവിൻ്റെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു. ഡിവോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടാളും മറ്റൊരാളുടെ കൂടെ ജീവിതം തുടങ്ങിയ സ്ഥിതിക്ക് ഒരു സൈൻ കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ദേവൻ പറഞ്ഞു നിർത്തി. ദേവേട്ട, അപ്പോൾ നമ്മുടെ കുഞ്ഞ്? അത് എൻ്റെയാണെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. നിനക്കുറപ്പുണ്ടോ? ദേവേട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ട പെണ്ണാണോ? അതെനിക്കറിയില്ല. ഭർത്താവ് ഉപേക്ഷിച്ച് 1.5 മാസം കൊണ്ട് നീ വേറെ കെട്ടിയവളല്ലേ. അപ്പോൾ പിന്നെ നീ എത്തരക്കാരിയാണെന്ന് ഞാൻ എങ്ങനെ പറയും? അതുമാത്രമല്ല, നിന്നെയും പ്രസാദിനെയും അമ്മ എത്ര തവണ കയ്യോടെ പിടികൂട്ടിയിട്ടുണ്ട്. ദേവേട്ട, അവളുടെ ശബ്ദം ഉച്ചത്തിലായിരുന്നു. നിങ്ങളും അത് വിശ്വസിച്ചു അല്ലേ? ഇങ്ങോട്ട് വരുന്നതുവരെ എനിക്ക് എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ടായിരുന്നു. പ്രസാദ് നിങ്ങളുടെ അനിയനായതുകൊണ്ട് തന്നെ എൻ്റെയും അനിയനായിരുന്നു. എനിക്കറിയാം ദേവേട്ടൻ ഇപ്പോൾ കുഞ്ഞിനേക്കാൾ ആവശ്യം ഒരു പെണ്ണിനെയാണെന്ന്. പുതിയത് കിട്ടിയപ്പോൾ പഴയതൊന്നും സ്വീകരിക്കാൻ മനസ്സ് വരുന്നില്ലായിരിക്കും അല്ലേ? മീനാക്ഷി പറഞ്ഞു നിർത്തി. ശരിയാ, എനിക്കിപ്പോൾ നിന്നെയോ നിന്റെ കുഞ്ഞിനെയോ വേണ്ട. ഞാൻ ചവച്ചു തുപ്പിയ എച്ചിൽ പോലും സ്വീകരിക്കാൻ ആൾ റെഡിയല്ലേ? ദേവൻ പറഞ്ഞു. ദേവൻ എബിയെ ഒന്ന് നോക്കിക്കൊണ്ട് ആണ് ഇത്രയും പറഞ്ഞത്. അത് കേട്ടതും എബി ദേഷ്യത്തോടെ അവൻ അരികിലേക്ക് വന്നു. ഇങ്ങോട്ട് വരുന്നതുവരെ ഞാൻ കരുതിയത് ഒരു കുഞ്ഞെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുമെന്നാണ്. സ്വന്തം ഭാര്യ കൺമുന്നിൽ ജീവനോടെ നിൽക്കെ മറ്റൊരു പെണ്ണിനെ ഭാര്യയായി കൊണ്ടുവരുന്ന നിനക്കൊക്കെ പറ്റിയ പേര് പറഞ്ഞാൽ എൻ്റെ നാവ് പോലും അറയ്ക്കും. നിങ്ങളുടെ ഭാര്യയായി കഴിഞ്ഞതിൻ്റെ ഫലം തന്നെയാണ് ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്. അത് നിങ്ങൾ നിഷേധിച്ചാലും സത്യം അതുതന്നെയാണ്. ദേവൻ പുച്ഛത്തോടെ എബിയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താ, ഇവൾ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ ഇവളെ ഒഴിവാക്കാൻ നോക്കലാണോ? ഇവളെ ഞാൻ വിവാഹം ചെയ്തത് എൻ്റെ മോൾക്കൊരമ്മയ്ക്ക് വേണ്ടിയാണ്. എനിക്കറിയാം ഇവളെക്കൊണ്ട് അതിന് നന്നായി പറ്റുമെന്ന്. കാരണം താനൊരമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ അവളോട് കാണിച്ച ക്രൂരതകളെല്ലാം മറന്ന് ആ കുഞ്ഞിനു വേണ്ടി നിങ്ങളെ തേടി വന്നതാണിവൾ. നീ ആദ്യം ആരുടെ കുഞ്ഞാണ് നിന്റെ വയറ്റിലുള്ളതെന്നൊന്ന് തീരുമാനിക്ക്, പുച്ഛത്തോടെ ദേവൻ പറഞ്ഞു. ദേവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ മീനുവിൻ്റെ കൈകൾ ദേവൻ്റെ മുഖത്ത് പതിച്ചു. ഇനി നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തേടി വന്നാലും ഇങ്ങനെ ഒരു അച്ഛനെ എൻ്റെ കുഞ്ഞിന് ആവശ്യമില്ല. ഈ നിങ്ങളെ തന്നെയാണോ ഈ കഴിഞ്ഞ 5 വർഷം ഞാൻ എൻ്റെ നെഞ്ചിലിട്ട് സ്നേഹിച്ചത്? നിങ്ങൾക്കൊരാപത്തം വരരുതേ എന്ന് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചത്? എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ വെറുപ്പ് തോന്നുന്നു. അവൾ ഇത്രയും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. മീനാക്ഷി, വാ പോകാം. ഇനിയും ഇവൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല, എബി പറഞ്ഞു. ഇവൾക്കിപ്പോൾ എന്നെ മതിയെന്ന് തോന്നുന്നുണ്ടാകാം. ആദ്യ ഭാര്യ മടുത്തു പോയതുപോലെ ഒറ്റ ദിവസം കൊണ്ട് ഇവളും ഡോക്ടറെ മടുത്തു കാണും. അതാ ഇപ്പോൾ വീണ്ടും അവൾ എന്നെ തേടി വന്നത്. ഇത് കേട്ടതും എബിക്ക് സഹിക്കാൻ പറ്റിയില്ല. എബിയുടെ ഒറ്റ ചവിട്ടിന് ദേവൻ തെറിച്ചു വീണു. മീനു ഇത് കണ്ട് ഞെട്ടി എബിയെ ഒന്ന് നോക്കി. ഇത്രയും കാലം നിന്റെ ഭാര്യയായി കഴിഞ്ഞിട്ടും നിനക്കിവളുടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇവളുടെ മനസ്സറിഞ്ഞ് നിനക്കൊന്ന് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇവളുടെ മുൻപിൽ നീ ഇത്രത്തോളം തരം താഴില്ലായിരുന്നു, എബി പറഞ്ഞു നിർത്തി. ദേവനെ ഒന്ന് തിരിഞ്ഞു നോക്കി മീനു എബിയുടെ കൂടെ അവിടെ നിന്നും ഇറങ്ങി. ആഗ്രഹിച്ച നേരത്ത് ഒന്നും തരാത്ത ദൈവം എന്തിനാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ തന്നത്? അവൾ കരച്ചിലോടെ പറഞ്ഞു. എബി അവളെ ആശ്വസിപ്പിക്കാനാകാതെ ഇരുന്നു.